ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമ പറഞ്ഞതിൻ്റെ പേരിൽ അരുൺ അകത്തേക്ക് പോകുമ്പോൾ വസുന്ധര സ്നേഹത്തോടെ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എൻ്റെ കുടുംബത്തോട് ഇത്രയും സ്നേഹമുള്ള മോളെയാണല്ലോ ഞാൻ ഇത്രയും നാളും അകറ്റി നിർത്തിയത്. ഈ സ്നേഹം തിരിച്ചറിയാൻ പറ്റാതെ പോയ പാപിയായി പോയല്ലോ മോളെ ഞാൻ. അത്രയും പറഞ്ഞുകൊണ്ട് കരയുകയാണ് വസുന്ധര. എന്നാൽ ഇതെല്ലാം കാണുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ അവരെ നോക്കുന്നു. തുടർന്ന് വസുന്ധര ശ്യാമയെ ചേർത്ത് പിടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുറിയിലൂടെ ദേഷ്യത്തിൽ നടക്കുന്ന അരുണിനെയാണ്. ഐശ്വര്യ ഇന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്ത് അരുൺ ദേഷ്യത്തോടെ നിൽക്കുന്നു. തുടർന്ന് അരുൺ വക്കീലിനെ വിളിക്കുകയാണ്. ഞാനും ഐശ്വര്യയും തമ്മിലുള്ള ഡിവോഴ്സിന്റെ കാര്യം നമ്മൾ സംസാരിച്ചിരുന്നല്ലോ. ആ ഡിവോഴ്സ് നോട്ടീസ് അയക്കേണ്ടതില്ല, ഞാൻ വന്ന് നേരിട്ട് വാങ്ങിക്കോളാം. എനിക്ക് അത് അവൾക്ക് നേരിട്ട് തന്നെ കൊടുക്കണം. ഇനി ഇതൊന്നും ഒട്ടും വൈകിക്കാൻ പാടില്ല, നാളെ തന്നെ എനിക്കത് അവൾക്ക് കൊടുക്കണം. ഇതൊക്കെ കേൾക്കുന്ന ഐശ്വര്യ ഞെട്ടലോടെ നിൽക്കുകയാണ്. ഡിവോഴ്സോ? ഈശ്വര, ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ഐശ്വര്യ മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. ശ്യാമ കാലുവേദന എടുക്കുന്നെന്ന് പറയുമ്പോൾ അഖിൽ പറയുകയാണ്, ഇത്രയും നേരം അവിടെ നിൽക്കുകയായിരുന്നില്ലേ, അതിൻ്റെതാണ്. അത് പിന്നെ അതുകൊണ്ടൊരു പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലേ? പിന്നെ എന്താണെങ്കിലും അഖിൽ സാറ് അരുണേട്ടനോടൊന്ന് സംസാരിക്കണം. അരുണേട്ടൻ ഇനിയും അശ്വതി ചേച്ചിയുടെ അടുത്ത് പോകാൻ സാധ്യത കൂടുതലാണ്. ഐശ്വര്യയുടെ കാര്യം കൂടി നമ്മൾ ചിന്തിക്കണല്ലോ. താൻ എന്താണെങ്കിലും റെസ്റ്റ് എടുക്ക്, നമുക്ക് നാളെ അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമയുടെ കാല് തിരുമ്മി കൊടുക്കുകയാണ് അഖിൽ. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ മായയെ കാണാനായി ചെന്നിരിക്കുന്നതാണ്. ഐശ്വര്യ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞെട്ടലോടെ മായ ചോദിക്കുകയാണ്, ഐശ്വര്യ, നീ പറയുന്നതെല്ലാം സത്യമാണോ? അരുൺ നിന്നെ ഡിവോഴ്സ് ചെയ്യുമോ? കാര്യങ്ങളെല്ലാം ഇങ്ങനെയാകുമെന്ന് ഞാൻ കരുതിയതേയില്ലെന്ന് മായ പറയുന്നു. അതേ മായേ, എല്ലാം തിരിച്ചടികളാണ്, മനസ്സിന് യാതൊരു സ്വസ്ഥതയുമില്ല. ജീവിതമേ ഞാൻ വെറുത്തു പോവുകയാണ്. നീ ഇങ്ങനെ ടെൻഷൻ ആകാതെ ഐശ്വര്യെ, എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. എന്തു വഴി നോക്കാനാ? ഇനിയൊന്നും തന്നെ ചെയ്യാനാകില്ല. അരുണിന്റെ സ്വഭാവം അങ്ങനെയാണ്, വെട്ടെന്ന് കഷ്ണം രണ്ട്. ദൈവം തന്നെ നേരിട്ട് വന്ന് പറഞ്ഞാലും ഇനി ഇതില് ഒരു മാറ്റമേ ഉണ്ടാകാൻ പോകുന്നില്ല. എന്താണെങ്കിലും എന്റെ കാര്യത്തില് ഒരു തീരുമാനമായി. എന്റെ ഐശ്വര്യെ, നീ ഇങ്ങനെ നിരാശപ്പെടാതെ, നിന്റെ ഒപ്പം ഞാനുണ്ടല്ലോ. ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ പറയുകയാണ്, മായയുടെ വാക്ക് വിശ്വസിച്ചിട്ടാ ഞാൻ ആ അശ്വതിയുടെ വീട്ടിൽ പോയി അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അശ്വതിയും ആ മോളും കൂടി നാട് വിടുമെന്നാ ഞാൻ കരുതിയത്. ഇതിപ്പോ ഞാൻ നാട് വിടേണ്ട അവസ്ഥയാണ്. ഐശ്വര്യ എന്താ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ഞാൻ ഐശ്വര്യയുടെ നന്മയ്ക്ക് വേണ്ടിയാ അങ്ങനെയൊക്കെ പറഞ്ഞത്, അല്ലാതെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. ഇനി ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരും, പെരുവഴിയിലേക്ക്, അത്ര തന്നെ. ഐശ്വര്യയുടെ അമ്മയും അച്ഛനുമൊക്കെ വിദേശത്തല്ലേ, അവര് റിച്ചല്ലേ, പിന്നെ എന്താ ഐശ്വര്യക്ക് കുഴപ്പം? ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, അതൊക്കെ പണ്ടായിരുന്നു. അച്ഛൻ്റെ ബിസിനസ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയി. എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ വാടക വീട്ടിലാണ് കഴിയുന്നത്. ഇതൊന്നും വസുന്ധരാമ്മയ്ക്കോ അരുണിനോ അങ്ങനെയല്ല ആർക്കും അറിയില്ല. ഞാൻ വൈസ് ചെയർപേഴ്സന്റെ സ്ഥാനത്തിരുന്നപ്പോൾ ലക്ഷങ്ങളാ അടിച്ചു മാറ്റി അവരുടെ കടങ്ങളെല്ലാം വീട്ടാൻ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ആ സ്ഥാനവും പോയി. ഇത് കേൾക്കുന്ന മായ പറയുകയാണ്, കോടികളായിരുന്നു അടിച്ചു മാറ്റേണ്ടത്, എന്നിട്ട് വസുന്ധരയുടെ കമ്പനി പൂട്ടിക്കണമായിരുന്നു. അങ്ങനെയൊക്കെ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ ഇതായി പോയല്ലോ. പിന്നെ ശ്യാമ, അവളെ തകർക്കാൻ വേണ്ടിയാ ഞാൻ നടന്നത്. എന്നിട്ടോ ഞാനിപ്പോൾ പുറത്തായി. ആ സിദ്ധൻ്റെ വിഷപ്പൊടി ഉണ്ടല്ലോ, അത് അഖില് എനിക്ക് കലക്കി തന്നിരുന്നു. അത് കുടിച്ച് ഞാൻ വൊമിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ വസുന്ധരയും അമൃതയും കൂടി മാറി നിന്ന് കമൻറ്റ് പറയുന്നു, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമെന്ന്. എല്ലാം കൂടി കേട്ടപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. ഇത് കേൾക്കുന്ന മായ പറയുകയാണ്, എന്നാൽ ഐശ്വര്യേ, അതുതന്നെ നമുക്കങ്ങ് കണ്ടിന്യൂ ചെയ്താലോ? ഐശ്വര്യയും ശ്യാമയുടെ അതേ അവസ്ഥയിലെത്തിയാൽ ഐശ്വര്യയുടെ അവസ്ഥ എന്തായിരിക്കും? ഞാനും അവളെപ്പോലെ ഗർഭിണിയാകണം എന്നാണോ മായ പറയുന്നത്? എന്നെ അതിനൊന്നും കിട്ടില്ല. ഗർഭിണിയാവുകയൊന്നും വേണ്ട, ഗർഭിണിയായിട്ട് അഭിനയിക്കാലോ. മായ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ മായ പറയുകയാണ്, ഐശ്വര്യെ, നീ ഗർഭിണിയാണെന്നുള്ള രീതിയിൽ ഇനി അഭിനയം തുടരണം. നീ ഗർഭിണിയാണെന്നറിഞ്ഞാലേ അവിടെയുള്ളവരെല്ലാം നിന്നെ കൈവെള്ളയിലായിരിക്കും എടുത്തുകൊണ്ട് നടക്കുന്നത്. പിന്നെ അരുണിനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നീ വാ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യം വിളിച്ചുകൊണ്ട് മായ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമ കണ്ണനോട് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് അഖിൽ അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. കണ്ണ, നിന്നെപ്പോലെ ഒരു ഉണ്ണിക്കണ്ണൻ തന്നെ ആയിരിക്കും എൻ്റെ വയറ്റിലെന്ന് എനിക്കറിയാം. നീ യശോദാമ്മയിട്ട് ചുറ്റിച്ചതുപോലെ കുറുമ്പും കുസൃതിയും ഒക്കെയുള്ളൊരു മോനായിരിക്കുമെന്നും എനിക്കറിയാം. പക്ഷേ സാരമില്ല, എനിക്ക് നിന്നെ കാണാൻ കൊതിയായിട്ട് വയ്യ. നീ എത്രയും വേഗം എൻ്റെ അടുത്തെത്തണം. അതേസമയം ചിരിച്ചുകൊണ്ട് അഖില് അങ്ങോട്ടേക്ക് വരികയാണ്. ശ്യാമയെപ്പോലെ ഒരു മോളെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇനി എന്താണെങ്കിലും തൻ്റെ ആഗ്രഹം നടക്കട്ടെ.
പിന്നീട് കാണിക്കുന്നത് മായയും ഐശ്വര്യയുമാണ്. കള്ള സ്കാനിംഗ് റിപ്പോർട്ടും പ്രഗ്നൻസി പോസിറ്റീവായതിൻ്റെ റിപ്പോർട്ടുമൊക്കെ മായ ഐശ്വര്യയ്ക്ക് ഒപ്പിച്ചു കൊടുക്കുകയാണ്. മായെ, ഇതെല്ലാം പിടിച്ചാൽ വലിയ പ്രശ്നമാകില്ലേ? ഐശ്വര്യ, ഇനി നിന്റെ അഭിനയം പോലെ ആയിരിക്കും നീ അവിടെ തുടരണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം വയറ് വന്നില്ലല്ലോ, കാലിന് നീരില്ലല്ലോ എന്നൊക്കെ അവർ ചോദിച്ചാലോ? എൻ്റെ ഐശ്വര്യ, അതൊക്കെ നമുക്ക് ആ സമയത്ത് ചിന്തിക്കാം. നീ ഇപ്പോൾ പോയി അഭിനയിച്ച് തകർക്കാൻ നോക്ക്. ഇത് കേൾക്കുന്ന ഐശ്വര്യ മനസ്സില്ലാ മനസ്സോടെ മായയുടെ തീരുമാനത്തിന് വഴങ്ങിക്കൊടുക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.